നമ്മുടെയൊക്കെ ഒപ്പം മതേതരനാണെന്നും പറഞ്ഞ് യുദ്ധമുന്നണിയിൽ നിന്നവർ അവസാനം രക്ഷയില്ല എന്ന് കാണുമ്പോൾ നേരെ പുറകോട്ടോടുന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായോ? ഒളിച്ചോട്ടം ധാരാളം നടക്കുന്നുണ്ട്, പുറകോട്ടോട്ടം. പാപങ്ങൾ അങ്ങനെയാണ്. ഇന്ന് റെക്കോർഡിങ് അറിയുന്ന കാലമാണ്, ഡിലീറ്റ് എങ്ങനെയാണെന്ന് അറിയുന്ന കാലമാണ്. റെക്കോർഡിങ് അറിയാത്ത, ഡിലീഷൻ അറിയാത്ത ഒരു കാലത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് പാപം പതിയുന്നു, അത് ഡിലീറ്റ് ആകുന്നു, എന്നിട്ട് മറ്റു കർമ്മങ്ങൾ അവിടെ ഇടം പിടിക്കുന്നുവെന്ന്. നമ്മുടെയൊക്കെ റെക്കോർഡറിൽ ചിലതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും, വേറൊന്ന് വരുമ്പോൾ അത് പകരമാകും. ഇതുപോലൊരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ആ പദ്ധതിയെയാണ് നമ്മൾ അല്പസ്വല്പം ഒന്ന് ഉപയോഗിക്കാൻ പഠിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചാൽ അവൻ്റെ ഹൃദയം പരിശുദ്ധമാകുന്നതോടുകൂടി അള്ളാഹു ആ പാപങ്ങളെ അള്ളാഹു യംഹു മായ്ച്ച് ഡിലീറ്റ് ചെയ്ത് കളയും. എവിടെ നിന്ന്? മിൻ ജവാരിഹി, അവൻ്റെ അവയവങ്ങളിൽ പാപം പതിഞ്ഞു കിടക്കും. ഒമിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഒമിൻ മആലിമിഹി, അവൻ്റെ ലൊക്കേഷനിൽ പതിയുന്നുണ്ടെന്ന്. നോക്കണം, റസൂലുള്ളാഹി 1500 കൊല്ലം മുമ്പ് പറയാ, ലൊക്കേഷൻ അടക്കമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്നത് എവിഡൻസ്. ലൊക്കേഷൻ മായ്ച്ചു കളയുമെന്ന്. ഒ മആലിമഹു, ആ നിലയിൽ അള്ളാഹു പാപങ്ങൾ പൊറുപ്പിക്കാൻ, എന്നിട്ട് ആ സ്ഥാനത്ത് വേറെ നന്മയെ പകരം വയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഈ 10 ദിവസത്തെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, റമളാൻ വന്നിട്ട് ആരുടെയെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയായി പോകട്ടെ. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. രോഗമാണ്, പാപമാണ്, വീട്ടിൽ പ്രശ്നമാണ്, സാമ്പത്തിക ചരുക്കാണ്, നിലവിളിച്ചിട്ട് കാര്യമില്ല. റഹ്മത്തിൽ നിന്ന് റമളാൻ വന്നിട്ട് പാപം പൊറുക്കാതെ പുറത്തു പോയാൽ ജിബ്രീലിൻ്റെ പ്രാർത്ഥനയാണ്, റസൂലിൻ്റെ ദുആയാണ്. ആമീൻ പറഞ്ഞത് പുണ്യ റസൂലാണ്. അവൻ പിന്നെ റഹ്മത്തിൽ നിന്ന് അകലെ ആകട്ടെ, ദൂരെ ദൂരെ ദൂരെ. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ 2ാമത്തെ 10ലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ലക്ഷ്യം വയ്ക്കുന്നത് അള്ളാഹുവിൻ്റെ ദാസന്മാരായ ഈ ഭൂമി ഭരിക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ, ഈ ഭൂമിയുടെ മുഴുവൻ നന്മകൾക്കും കാരണമായി നിദാനമായി വർത്തിക്കേണ്ട ഒരേ ഒരു സൃഷ്ടിയായ മനുഷ്യരായ നമ്മെ ഭൂമിയെ മനോഹരമാക്കാനും ഭൂവിഭവങ്ങളെ ചൂഷണം ചെയ്യാനും, അങ്ങനെ അള്ളാഹു ഈ ലോകത്ത് അവന് നൽകിയിരിക്കുന്ന അത്യപൂർവമായ സിദ്ധി വൈഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് അള്ളാഹു വിചാരിച്ച വിധം അവൻ്റെ ഭൂമിയെ പുഷ്കലമാക്കാനും അതിൻ്റെ പുരോഗതികളുടെ കൈവഴികളിലേക്ക് അതിനെ ആനയിക്കാനും, അതിനുശേഷം അതിൻ്റെ സമ്മാനമായി അള്ളാഹു നൽകുന്ന അവൻ്റെ വികാസത്തിൻ്റെ, ആത്മവളർച്ചയുടെ, ആത്മവിശുദ്ധിയുടെ സമ്മാനമായി പടച്ച തമ്പുരാൻ അവനായി ഒരുക്കി വച്ചിരിക്കുന്ന കാണാലോകത്തുള്ള വളരെ വിദൂരമായ കോണുകളിൽ, പ്രപഞ്ച കോണുകളിൽ അള്ളാഹു എന്നെ സൃഷ്ടിച്ചൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തേക്ക് നമ്മെ സ്വാഗതം ചെയ്യാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുകയാണ്. ആ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യമെന്ന് നാം അറിയുമെങ്കിൽ എന്തിനാണ് റമളാൻ എന്നൊരു ചോദ്യം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നമ്മെ റമളാൻ പോലെ സഹായിക്കുന്ന മറ്റൊന്നുമില്ല. എന്നാൽ ആ ലക്ഷ്യത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന നമ്മുടെ ആന്തരിക നന്മകളെ ചോർത്തിക്കളഞ്ഞ് നമ്മെ പാപപങ്കിലരായി, നമ്മെ മൃഗതുല്യരായി അധപ്പതിപ്പിക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ, ഹൃദയമാലിന്യങ്ങൾ, ആത്മമാലിന്യങ്ങൾക്ക് നാം നമ്മുടെ ജീവിതത്തിൽ അടിമകളായി മാറുമ്പോൾ അതിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ വിഘാതങ്ങൾ തട്ടി നീക്കി അള്ളാഹുവിലേക്ക് സുഹൃതങ്ങൾ കൊണ്ട്, നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് അള്ളാഹുവിനോടുള്ള അടുപ്പം ഉറപ്പുവരുത്താൻ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സുവർണാവസരമായ പരിശുദ്ധമായ റമളാൻ നമ്മെ ഇന്നലകളിൽ നിന്ന് നമുക്ക് കൈവിട്ടുപോയ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൻ്റെ വൈയക്തിക തലങ്ങളിലും കുടുംബതലങ്ങളിലും സമൂഹ ജീവിതത്തിലേക്കും തിരിച്ചു തന്നുകൊണ്ട് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നൊരു 10 നാൾ പിന്നിട്ട് നാം 2ാമത്തെ 10ൽ നിന്ന് എത്തി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളുടെ ഈ മാസത്തെ സ്വീകരിച്ചു തരുമാറാകട്ടെ. ഇതിനെ എന്തിനു വേണ്ടിയാണോ അള്ളാഹു നമുക്കായി വെച്ച് തന്നത്
അതിനനുരോധമായി ചിന്തിച്ച്, അതിനനുരോധമായി പറഞ്ഞ്, അതിനനുരോധമായി പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു റമദാൻ സഹയാത്രയായി, റമദാൻ പദ്ധതിയുടെ സഹയാത്രികരായി മാറാനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്ക് തരട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 10 അവ്വലുഹു റഹ്മ, 3 10 ഇതിനെ പകുത്തുവെന്നും ആദ്യത്തേത് റഹ്മത്താണ് എന്നും കാരുണ്യമാണ്, അതിലാണ് ഊന്നൽ നൽകേണ്ടതെന്നും, കാരണം മാനവികതയുടെ ഏറ്റവും വലിയ മൂല്യമായ ഈ ലോകത്തും പരലോകത്തും മനുഷ്യന് വിജയം കൈവരിക്കാൻ വേണ്ടി അള്ളാഹു തന്നിരിക്കുന്ന അത്യുദാത്തമായ അഭൗമ മൂല്യം അത് റഹ്മത്താണ്, അഥവാ കാരുണ്യമാണ്. അതെവിടെ വെച്ച് നമുക്ക് കൈമോശം വരുന്നുവോ, ചോർന്നു പോകുന്നുവോ, അവിടെ അപകടങ്ങൾ ആരംഭിക്കുകയായി. അവിടെ നമ്മുടെ ക്രൂരതകൾ നമ്മുടെ മനസ്സിൽ ഭണം വിടർത്തുകയായി. അങ്ങനെ നമുക്ക് പോലും അപകടകാരിയായി മാറുന്ന കാരുണ്യത്തിൻ്റെ ചോർച്ച തടഞ്ഞ് റഹ്മത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു 10 ആദ്യത്തെ 10 മാറ്റി വയ്ക്കണമെന്നും ആദ്യത്തെ 10 ഊന്നൽ അതിനായിരിക്കട്ടെ എന്നും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അതിനായി നമ്മൾ ആവോളം ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ഉള്ളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, പട്ടിണിയുടെ വിശപ്പറിഞ്ഞുകൊണ്ട്, വിശപ്പിൻ്റെ പൊരിച്ചിലറിഞ്ഞുകൊണ്ട്, ദാഹത്തിൻ്റെ എരിച്ചിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഇന്ന് അടുത്ത നാളുകളിലും പല സുഹൃത്തുക്കളും ഉസ്താദേ തുറന്ന വിശദമായ നോമ്പുതുറ എവിടെയുണ്ട് എന്ന് ചോദിച്ചു വന്നവരുണ്ട്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ റമദാനിൽ തരണേ എന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. നാം ഒരുപക്ഷെ അവരെ കാണുന്നുണ്ടാവില്ല. സഹോദരങ്ങളെ, ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഒരുപാട് പ്രയാസമനുഭവിക്കുന്നവരുണ്ട്. അവരുടെ ദുരിതങ്ങളെ തൊട്ടറിയാൻ, അത് നമ്മുടെ കൂടി ദുരിതമാണെന്നറിയാനുള്ള മനസ്സ് നമ്മുടെ പാകപ്പെട്ടുവോ ഈ ഒരു 10 നാൾ കൊണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതിനാണ് ആദ്യത്തെ 10 റഹ്മത്തിൻ്റേതായിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ആ ആർദ്രത നമ്മിലേക്ക് വന്നുവോ? എൻ്റെ പ്രശ്നങ്ങൾ പോലെയാണ് എൻ്റെ സഹോദരൻ്റെ പ്രശ്നങ്ങളെന്നറിയാനുള്ള ആർദ്രത വന്നെങ്കിൽ നാം വിജയിച്ചു റമദാനിൽ. ഇല്ലെങ്കിൽ നാം റമദാനിൽ എങ്ങുമായി എത്തിയിട്ടില്ല. എത്തിയേ തീരൂ. എത്തേണ്ടിടത്ത് നാം എത്തിയേ തീരൂ. അള്ളാഹു നമുക്ക് നമ്മുടെ വിജയത്തിന് തന്ന ഏറ്റവും വലിയ മൂല്യമായ കരുണ തിരിച്ചു അതിൻ്റെ ഉദാത്ത സീമകളിലേക്ക് നമ്മെ കൊണ്ടുപോയേ പറ്റൂ. കരുണയുടെ ഉന്നത നില നമ്മൾ പ്രാപിച്ചേ തീരൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കാരുണ്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അത് ഏറ്റവും ഉദാത്തമായ നില പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവന് പോലും വിലയില്ലാതാകുമെന്നതിൻ്റെ അടയാളമാണല്ലോ അമേരിക്കയിലെ ഒരു സൈനികൻ ക്രൂരത കണ്ട് സഹിക്കവയ്യാതെ സ്വന്തം ജീവൻ തന്നെ തീയിട്ട് നശിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ ഉദാത്ത തലം ഈ ലോകത്ത് മനുഷ്യന് പ്രാപിക്കാനുണ്ട് എന്ന ചെറുപ്പക്കാരൻ കാട്ടിത്തന്നതാണ്. മറന്നുകൂടാ സംഭവത്തെ. ഈ റമദാൻ നാളുകളിൽ നമുക്ക് അല്ലാഹു തആല അവനെ ഒരു പ്രതീകമാക്കി തന്നതാണ്. എവിടെയാണ് നമ്മുടെ കരുണ എത്തി നിൽക്കുന്നത്? അതുകൊണ്ട് റമദാനിൽ നമുക്ക് കാരുണ്യം ആർജിക്കാനായോ? അള്ളാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. റഹ്മത്ത്, കാരുണ്യം, സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടം മറ്റുള്ളവർക്കല്ല, നാം ക്രൂരരാകുന്നതിൻ്റെ ഒന്നാമത്തെ അപകടം നമുക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 10 റഹ്മത്ത് ആവോളം ഉള്ളിൽ നിറച്ചിട്ടുണ്ട് എന്നുറപ്പ് വരുത്തിയിട്ടല്ലാതെ ഈ പരിശുദ്ധ മാസത്തോട്, ഈ 10നോട് നാം വിട പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നാം ഉറപ്പ് വരുത്തിയേ തീരൂ. അത് നമ്മുടെ ഭാവി രക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വഴികളിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ, ഒരുപാട് ഇടർച്ചകൾ വന്നു ഭവിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് കരുണയാണ് പ്രശ്നം. ആ കരുണയിൽ മാപ്പുണ്ട്, ആ കരുണയിൽ ഉദാരതയുണ്ട്, ആ കരുണയിൽ പരോപകാരമുണ്ട്, ആ കരുണയിൽ ദാനധർമ്മങ്ങളുണ്ട്, ആ കരുണയിൽ നോമ്പ് തുറപ്പിക്കലുകളുണ്ട്, കരുണയിൽ അപരൻ്റെ തെറ്റുകളോട് പൊറുക്കലുണ്ട്, ആ കരുണയിൽ വിട്ടുവീഴ്ചയുണ്ട്. ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാകുന്നു, നിനക്ക് മാപ്പ് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്, പാപികൾക്ക് മാപ്പ് ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതുകൊണ്ട് എന്നോട് പൊറുക്കണമേ. മാപ്പെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉദാരമായ ഒരു മൂല്യമാണ്. ആ ഗുണം ആർജിക്കാനാണ് അവൻ്റെ അബിദുകളായ നമ്മളോട് അള്ളാഹു പറയുന്നത്. ഇതെല്ലാം കരുണ കൊണ്ടുണ്ടാകേണ്ട ഗുണമാണ്. ആ കാരുണ്യം നമ്മളിൽ ഉണ്ടായോ? റമദാൻ കടന്നു വരുന്നതിന് മുമ്പുള്ള കാരുണ്യത്തിലേക്ക് നാം
അതിനേക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് മനസ്സിൻ്റെ കാരുണ്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്കായിട്ടുണ്ടോ? ഞാൻ ആരോടെല്ലാം പിണങ്ങിയും വെറുത്തും കഴിഞ്ഞു, ആരോടെല്ലാം ക്രൂരത ചെയ്തു, വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു, അതുപോലെ തന്നെ അവൻ്റേതായ ആവശ്യങ്ങൾ അവകാശങ്ങൾ ഞാൻ ഹനിച്ചു, മനസാക്ഷി കുത്തേതുമില്ലാതെ എന്നാലോചിച്ച് ആ മനസാക്ഷി തിരിച്ചെത്തിയിട്ടുണ്ടോ എന്നോർക്കണം. മനസാക്ഷിയെ തിരിച്ചു പിടിക്കാനായോ? അള്ളാഹു നമുക്കത് തരുമാറാകട്ടെ. അതിനാണ് റമദാൻ. എന്നിട്ട് നാം സ്വയം രക്ഷപ്പെടാനും നമ്മളുടെ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കാനും അള്ളാഹു റമദാൻ തന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ധാരാളമായി നോമ്പ് വെച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ധാരാളമായി ദാനധർമ്മം ചെയ്തത്, അതിനാണ് നമ്മൾ ധാരാളമായി നോമ്പ് തുറപ്പിച്ചത്, നോമ്പ് തുറയിൽ പങ്കാളികളായത്. ഇതൊക്കെ നമ്മുടെ കരുണയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രായോഗികമായ മാർഗങ്ങളാണ്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, അള്ളാഹു തന്ന ഒരു ഗുണവും നമ്മളിൽ വളരില്ല, ഒരു ഗുണവും നമ്മളിൽ വളരില്ല. ആ ഗുണത്തിനനുസരണമായി നാം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലല്ലാതെ. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിക്കോളിൻ. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, എനിക്ക് കരുണയൊക്കെ ഉണ്ട് എന്ന് ഭാവിക്കുന്ന ചിലരുണ്ട്. പക്ഷെ കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയും അവനിൽ നിന്നുണ്ടാവില്ല. ഒരു 10 പൈസയുടെ ദാനധർമ്മത്തിന് ആവശ്യപ്പെട്ടാൽ അവൻ്റെ പോക്കറ്റിൽ നിന്നിലേക്ക് അവൻ്റെ കൈകൾ നീളുകയില്ല. അവൻ ഒരു സാധു ഒരാവശ്യം പറഞ്ഞാൽ ആ ആവശ്യം പരിഗണിക്കാൻ തോന്നുകയില്ല. പക്ഷെ എനിക്ക് കരുണയൊക്കെ ഉണ്ട്, ഞാൻ ആരോടും ക്രൂര ചെയ്യുന്നില്ല. വല്ലാഹി ഇല്ല കേട്ടോ. നിന്റെ കാരുണ്യത്തിൻ്റെ വികാരം കർമ്മം കൊണ്ട്, ജീവകാരുണ്യം കൊണ്ട് മാത്രമേ വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കെട്ടടഞ്ഞു പോകും, അത് മുരടിച്ചു പോകും, അത് മരവിച്ചു പോകും. ഒരു നന്മയും ചെയ്യാൻ നിനക്കാവാത്ത വിധത്തിലേക്ക് നീ നന്മ പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് നിന്റെ കരുണ മുരടിച്ചു പോകും, വറ്റിപ്പോകും, കരുണയില്ലാത്ത ക്രൂരനായി മാറും. ലോകത്ത് ക്രൂരത പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും അള്ളാഹു കരുണ കൊടുക്കാത്തത് കൊണ്ടല്ല, കരുണയുടെ പ്രവർത്തനങ്ങൾ അവർ ജീവിതത്തിൽ ശീലിക്കാത്തത് കൊണ്ട് അവർ ക്രൂരന്മാരായി പിന്നീട് മാറിപ്പോയതാണ്. അതുകൊണ്ട് നമ്മൾ ക്രൂരന്മാരാകാതിരിക്കാൻ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, നമ്മുടെ നോമ്പുതുറ ഒരു കാരുണ്യ പ്രവർത്തനം കൂടിയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഉദാരതയുടെ ഒരു ഉറവ് പൊട്ടലാണ്. സാധുക്കളായ നമ്മുടെ നോമ്പ് വെച്ച വിശന്ന സഹോദരങ്ങൾക്ക് അവർക്ക് നാം ഭക്ഷണം കൊടുക്കുകയാണ്. അള്ളാഹു അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവൻ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, വലിയ ചിലവാണ് അതിനുള്ളത്. അൽഹംദുലില്ലാ, തരക്കേടില്ലാത്ത തുക നിങ്ങൾ ബക്കറ്റിൽ നിക്ഷേപിച്ചു എന്നറിഞ്ഞു. 35,000 മറ്റോ കിട്ടി. ഇനിയും അത് തുടരണം ഇൻഷാ അല്ലാഹ്. ഇന്നും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിനോട് സഹകരിക്കണം. പൈസ ഇനിയും ഏറെ അക്കാര്യത്തിൽ ചെലവഴിക്കപ്പെടേണ്ടതായുണ്ട്, ഇനിയും അതിൻ്റെ ആവശ്യമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സമയത്തെ വലിയ നന്മയാണത്. നൂറുകണക്കിന് ആളുകൾക്ക് നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്നു. സഹോദരങ്ങളെ, രണ്ടാമത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ മാസത്തെക്കുറിച്ച്, ഈ 10-നെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ 10? വഔസത്തുഹു മഗ്ഫിറ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ രണ്ടാമത്തെ 10 നിങ്ങൾ പ്രത്യേകമായി മാറ്റി വയ്ക്കേണ്ടത് മഗ്ഫിറത്തിനാണ്. രണ്ടാമത്തേത് മഗ്ഫിറത്താണെന്നേ നമ്മളതിനർത്ഥം വായിക്കാറുള്ളൂ. ആദ്യത്തേത് റഹ്മത്താണെന്നേ അർത്ഥം വായിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10ലൂടെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരുന്നാൽ നമ്മുടെ റഹ്മത്ത് ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുമെന്നാണ്. അങ്ങനല്ല. റഹ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മുരടിച്ചു പോയ, മരവിച്ചു പോയ മനസ്സിനെ തളിർപ്പിക്കുന്ന പ്രവൃത്തി കൊണ്ട് ആദ്യത്തെ 10നെ സജീവമാക്കി നിന്റെ മനസ്സിൽ റഹ്മത്ത് രൂഢമൂലമാക്കണമെന്നാണ്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥമെന്നറിയോ? മഗ്ഫിറത്ത് രണ്ടാമത്തെ 10ൽ നിങ്ങൾ നോമ്പും വെച്ച് പട്ടിണി ഇരുന്ന് അത്യാവശ്യം മിനിമം തറാവീഹം നടത്തി, നിങ്ങളിങ്ങനെ ഫർളൊക്കെ പിടിച്ചു ഒക്കെ ചെയ്തു. പക്ഷെ ഇതുകൊണ്ട് നിങ്ങളുടെ മഗ്ഫിറത്ത് തിരിച്ചു വരുമെന്നല്ല. മഗ്ഫിറത്തിൻ്റെ 10 പറഞ്ഞാൽ മഗ്ഫിറത്തിൻ്റെ പരിപാടികളോടുമായി നിങ്ങൾ നിതാന്തമായ ജാഗ്രതയിലും ബന്ധത്തിലുമായിക്കൊള്ളട്ടെ. പൊറുക്കാനിടയുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളണം. അള്ളാഹു പുറത്തു തരുന്ന പരിപാടികൾ ചെയ്തോണം ഈ 10 ദിവസത്തിൽ. റഹ്മത്ത് വരാതെ പൊറുക്കൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം റഹ്മത്തിന് വേണ്ടി ഉള്ള പണി ചെയ്യാൻ പറഞ്ഞേ. റഹ്മത്തില്ലാത്തവന് പൊറുക്കൂല അള്ളാഹു. റഹ്മത്തില്ലാത്തവന് പൊറുക്കൂല. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റഹ്മത്ത് വന്നു കഴിഞ്ഞു, കാരുണ്യം വന്നു കഴിഞ്ഞു. വന്നോന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. ഞാനാണ് എന്നോട് ചോദിക്കേണ്ടത്. ഒരാവശ്യം പറയുമ്പോൾ എൻ്റെ പ്രതികരണം എങ്ങനെയാകുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യം കാണുന്നിടത്ത്, ആവശ്യങ്ങളെ തൊട്ടറിയുന്നിടത്ത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നിൽ എത്ര റഹ്മത്തുണ്ടായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അർഹതയിലേക്ക് ഞാൻ എത്തിയോ, നാം തീരുമാനിക്കണം. പക്ഷേ രണ്ടാമത്തെ ഈ 10 വരുമ്പോൾ
മഗ്ഫിറത്തിൻ്റെ 10 പറഞ്ഞാൽ പാപങ്ങളൊന്നും ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളുമായി നാം ഈ 10 പ്രത്യേകമായി മാറ്റിവെക്കണം. എങ്കിൽ മൂന്നാമത്തെ 10 തിക്കും മിനന്നാർ, പിന്നെ നരകത്തിൻ്റെ മോചനത്തിൻ്റെതാണ്. പിന്നെ പ്രശ്നമില്ല. റഹ്മത്ത് കിട്ടിയ, മഗ്ഫിറത്ത് കിട്ടിയ ഒരാൾക്ക് നരകമോചനത്തിൻ്റെ പേരിൽ വല്ലാതെ വിലപിക്കണ്ട. പടച്ചവനോട് ചോദിക്കാനുള്ള അവകാശമായി എന്നതിനർത്ഥം. അങ്ങനെയാണ് അതിൻ്റെ തർത്തീബ്, അങ്ങനെയാണ് അതിൻ്റെ ക്രമം, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ റഹ്മത്താണ് ആദ്യം വേണ്ടത്, രണ്ടാമത്തേതിൽ മഗ്ഫിറത്താണ് വേണ്ടത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപം മഹാനാശമാണ്, പാപം വലിയ ദുരന്തമാണ്, മഹാ അപകടമാണ്. ഓർത്തുകൊള്ളുക, പാപമാണ് ഈ ലോകത്തെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പിതാവിനെ, ആദ്യത്തെ മനുഷ്യന് ദുരന്തം സമ്മാനിച്ചത് മഅസിയത്താണ്. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ പിതാവ് ആദമിന് അലൈഹിസ്സലാം കഴിയാതെ പോയതാണ് ഈ പ്രാരാബ്ധങ്ങളുടെ ലോകത്തേക്ക് നാം തള്ളപ്പെടാൻ തന്നെ കാരണമായത്. സ്വർഗീയമായ സുഖസൗകര്യാദികളുടെ നിറവിലും നടുവിലും ജീവിതം സമ്മാനിക്കപ്പെട്ട വളരെ സുഖസൗകര്യാദികൾ അള്ളാഹുവിനാൽ തന്നെ കോരിച്ച് നൽകിയ സമ്മാനിതനായ ആദം അലൈഹിസ്സലാം അള്ളാഹു ലാ തഖറബാ ഹാദിഹി ഷജറ, വിലക്കുകളുണ്ട് മോനെ, നിനക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും മാത്രമല്ല, സ്വർഗത്തിൻ്റെ വിലക്കുകളുമുണ്ട്. ഒരു മരം, അത് വിലക്കിൻ്റെ പ്രതീകമായിരുന്നു. മനുഷ്യനുണ്ടാക്കുന്നത് വിലക്കുകളാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവല്ലോ, അത് മൃഗമാകരുതെന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്, മലക്കാകരുതെന്ന് നിർബന്ധമുണ്ട്. രണ്ടിനുമിടയിലാണ് മനുഷ്യനുണ്ടാകേണ്ടത്. വിലക്കുകളാണ് മൃഗത്തിൽ നിന്ന് അവനെ അടർത്തിയെടുത്ത് മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. വിലക്കുകളോട് പൊരുത്തപ്പെടുമ്പോൾ, വിലക്കുകളില്ലാത്ത ജീവിതം മൃഗമാക്കും നമ്മളെ. വിലക്കിയില്ല എങ്കിലും നന്മ ചെയ്യാനേ കഴിയൂ എന്ന് വരുന്ന അവസ്ഥയെ മലായിക്കിയായ അവസ്ഥയെ നമുക്കില്ല. അതുകൊണ്ട് മനുഷ്യരാവുക. നമ്മൾ മനുഷ്യനാക്കാനാണ് ഈ പദ്ധതികൾ, വേറൊന്നിനുമല്ല. നമ്മളിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു മനുഷ്യനായാൽ മതി, അധികമൊന്നും വേണ്ട. നല്ല മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മുമ്പിലെ വലിയ തടസ്സം വിലക്കുകളെ മറികടക്കാനാവാത്ത പാപങ്ങൾക്ക് അവൻ അടിമപ്പെട്ടു പോകുന്നതാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ടു. 2 കാര്യമാണ് പാപം കൊണ്ടുവന്നത്. പാപം എത്ര അപകടമാണെന്നറിയണം നമ്മൾ. പാപം പൊറുക്കൽ, പാപം പൊറുക്കൽ, പാപം പൊറുക്കൽ എന്ന. എത്ര വലിയ നന്മ ചെയ്താലും ഇത്ര ഏക്കർ പതിച്ചു കൊടുക്കുമെന്നല്ല പറയുക, പാപം പൊറുക്കുമെന്ന. എന്തെല്ലാം അരുതായികളിൽ നിന്ന് വിട്ടു നിന്നാലും പാപം പൊറുക്കുമെന്ന. ഈ പാപം പൊറുക്കലേ അള്ളാഹ്ക്ക് പറയാനുള്ളോ? ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ പാപം പൊറുക്കലേ റസൂലിന് പറയാനുള്ളോ സല്ലല്ലാഹു അലൈഹി വസല്ലം? പാപം പൊറുക്കലിനോളം ഒരു മനുഷ്യന് എല്ലാം കിട്ടുന്ന ഒന്നുമില്ല, എല്ലാം തികഞ്ഞു കിട്ടുന്ന ഒന്നുമില്ല പാപം പൊറുക്കൽ പോലെ. അതുകൊണ്ടാണ് പാപം പുറത്തേക്കു എന്ന് പറഞ്ഞത്. പാപമാണ് സർവനാശകാരി. പാപത്തിൻ്റെ പേരിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ കെടുതികളും എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് പുറന്തള്ളിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി. 1, സ്വർഗത്തിൽ നിന്ന് അകന്നുപോയി. 2, ഈ 2 ദോഷങ്ങൾ പരിഹരിക്കാൻ അള്ളാഹുവിനോട് അദ്ദേഹം പശ്ചാത്തപിച്ചപ്പോൾ, അദ്ദേഹം കരഞ്ഞപ്പോൾ, അദ്ദേഹം എപ്പോഴും കണ്ണീർ കയത്തിൽ ആണ്ടുപോയപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിന് പറഞ്ഞു പഠിപ്പിച്ചത് എന്തെന്നറിയോ? എങ്ങനെയാണ് പാപം പൊറുപ്പിക്കേണ്ടത്? ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ 2 പേരും, ആദമും അവ്വയും, നമ്മുടെ വാപ്പയും ഉമ്മയും, സ്വർഗത്തിലൊരു പാപത്തിൻ്റെ പേരിൽ പുറന്തള്ളപ്പെട്ടപ്പോൾ ആ പാപമോചനത്തിന് വേണ്ടി അവർ മനസ്സിൽ പശ്ചാത്താപം ഒതുക്കി വയ്ക്കുകയല്ല ചെയ്തത്. അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാപത്തിൻ്റെ പശ്ചാത്താപ ബോധത്തിൻ്റെ പ്രകടനമായി നിങ്ങളുടെ നാവിലൂടെ പാപമോചന മന്ത്രം പുറത്തു വരട്ടെ എന്ന് അള്ളാഹു ആവശ്യപ്പെട്ടു. അഥവാ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിയാലേ പാപം പൊറുക്കൂ എന്നർത്ഥം. ചില ആളുകൾക്ക് അത് പറയാൻ മടിയാ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ മടിയാണ്, അസ്തഗ്ഫിറുല്ലാ ആവർത്തിച്ച് പറയാൻ മടിയാണ്. അത് പറയാത്തവർക്ക് പാപം പൊറുക്കപ്പെടുകയില്ല. അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെടണം. ഞാനൊരു തെറ്റും ചെയ്യാത്ത മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞു, വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ. ഞാൻ ഓരോ ദിവസവും 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പാപമോചന പ്രാർത്ഥന എൻ്റെ പടച്ചവനോട് ചെയ്യണുണ്ട്.
അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നെങ്കിലും പാപമോചന പ്രാർത്ഥന നമ്മൾ ചെയ്തുകൊണ്ടാകണം ഈ പരിശുദ്ധമായ 10 അസ്തഗ്ഫിറുല്ലാ നമ്മുടെ നാവിൽ വഴിഞ്ഞൊഴുകട്ടെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞല്ലോ, 2 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് നിങ്ങളുടെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒന്ന് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിറൂന, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് ആവർത്തിച്ച് പറയുകയും പറയാൻ നമസ്കാരാനന്തരം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കത് കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യും. പാപം നാക്കിൽ വരാതിരിക്കണം. നാക്കിലൂടെ പാപമോചന മന്ത്രം വന്നുകൊണ്ടേയിരിക്കണം. ഈ 10 മഹാനായ ആദം നബി അലൈഹി സ്വലാമും അവ്വ അലൈഹി സ്വലാത്തു വസ്സലാമും ആ വഴികളിലൂടെയാണ് പാപമോചനം നേടിയെടുത്തത്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെതാണ്, പാപമോചനത്തിൻ്റെതാണെന്ന് കരുതി അത് താനേ ഇങ്ങ് വന്നോളും എന്ന് കരുതി ആരും കാത്തിരുന്ന് കളയരുതേ, ആരും ഇരുന്ന് കളയരുതേ. ഇസ്തിഗ്ഫാർ നന്നായി ചെയ്തുകൊള്ളിൻ, ഇസ്തിഗ്ഫാറും തൗബയും നന്നായി ചെയ്തുകൊള്ളിൻ, ആവർത്തിച്ച് ചെയ്തുകൊള്ളിൻ. അങ്ങനെ ചെയ്യാനുള്ള വാചകം അള്ളാഹു തന്നെയാണ് ആദം നബിക്ക് അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം അള്ളാഹ്ക്ക് അങ്ങ് പൊറുത്താൽ മതി. പശ്ചാത്താപം മനസ്സിലുണ്ട് എന്ന് നോക്കിയിട്ട് അള്ളാഹ് പൊറുക്കുവോ? പൊറുക്കുമെങ്കിൽ ഇത് പറയിക്കണോ? പശ്ചാത്തപിച്ചു, കണ്ണീരിലായിരുന്നു, കണ്ണീർ കടലിലായിരുന്നു. ആ പശ്ചാത്താപം കണ്ടാൽ പോരെ? എന്താണ് പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു കൊടുത്തു, റബ്ബനാ വലംനാ അൻഫുസന, അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളോട് ദ്രോഹം ചെയ്തു പോയി. വൈല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ പൊറുത്ത് ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ പൊറുക്കുക. കരുണ, മഗ്ഫിറത്ത്, റഹ്മത്ത്. മഗ്ഫിറത്ത്, റഹ്മത്ത് ഇത് രണ്ടും വലിയ കാര്യമാണ്. ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ അമ്പേ പരാജിതരിൽ പെട്ടുപോകും അല്ലാ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മഹാനായ ആദം അലൈഹിസ്സലാം. അതുകൊണ്ട് പാപമോചനത്തിൻ്റെ വഴികളുമായി ബന്ധം പുലർത്തുക എന്നതിനായിരിക്കട്ടെ ഈ 10 നമ്മുടെ നിതാന്ത ശ്രദ്ധ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൻ പാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നമസ്കാരം അസ്സലവാത്തുൽ ഖംസ്, 5 നേര നമസ്കാരങ്ങൾ, ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെ, വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമഅ മറ്റൊരു ജുമഅ വരെ, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ, മുക്കഫിറാത്തു മാ ബൈനഹുന്ന, അവയ്ക്കിടയിലുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇദജുത്തനിബത്തിൽ കബായിർ, വൻ പാപങ്ങളിൽ നിന്ന് ഒരു ദാസൻ വിട്ടുനിന്നാൽ. നോക്കൂ, റമളാൻ വന്നിട്ട് റമളാൻ്റെ സ്വാഭാവികമായ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ പോയാലും വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ആളുകളുടെ പാപങ്ങൾ പുറത്തു പോകുമെന്ന് കരുതരുത്. വൻപാപങ്ങൾക്ക് ഇസ്തിഗ്ഫാറേ പരിഹാരമുള്ളൂ, വൻപാപങ്ങൾക്ക് തൗബയേ പരിഹാരമുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻപാപങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, മഹാനാശകാരികളായ 7 പാപങ്ങളെ നിങ്ങൾ കരുതിയിരിക്കുക. ഖാലു വമാഹുന്ന, ഏതാണ് നബിയെ? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ്. അള്ളാഹുവിന് തുല്യമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ സ്ഥാനം എന്തിനെങ്കിലും നാം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളോടുള്ള ഷിർക്ക് ചെയ്യുക, മക്കളെ കൊണ്ട് അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യലാണ്. പണമാണെങ്കിൽ പണം കൊണ്ട് പടച്ചവനോട് ഷിർക്ക് ചെയ്യലാണ്. അധികാരമാണെങ്കിൽ പാർട്ടിയാണെങ്കിൽ പാർട്ടി കൊണ്ട് അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്ത മുശിരിക്കുകളാണ് നമ്മൾ. മതസംഘടനയാണെങ്കിൽ മതസംഘടന കൊണ്ട് അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്ത മുശിരിക്കുകളാണ് നമ്മൾ. മതസംഘടനയുടെ മെമ്പറാണ് ഞാൻ, മുവഹിദാന്ന് പറയും, മുശിരിക്കാണവൻ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ കൽപ്പനയേക്കാൾ മതസംഘടനയുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മുവഹിദ്, തൗഹീദ് പറയുന്ന സംഘടനക്കാരനായിരിക്കും, അവൻ മുശിരിക്കായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. തിരിച്ചറിയാൻ കഴിയാറില്ല സംഘടനാ പ്രാന്തിൻ്റെ നടുവിൽ. സ്വന്തം സംഘടന പറയുന്നത് കേൾക്കുള്ളൂ, പള്ളിയിലും ചെയ്യുള്ളൂ, പള്ളിയുടെ പുറത്തും ചെയ്യുള്ളൂ. ആര് പറഞ്ഞാലും കേൾക്കൂല, സാലിഹ്യങ്ങൾ പറഞ്ഞാൽ, ആലിമ്യങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, എൻ്റെ സംഘടന പറഞ്ഞാലേ കേൾക്കൂ. ഇങ്ങനത്തെ മുശിരിക്കുകൾ, അതൊരു വലിയ ഷിർക്ക. മറ്റു പലരും പറയുന്ന ഷിർക്ക് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഷിർക്ക. സാധാരണ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അതിനെക്കുറിച്ച് വലിയ വായിൽ ഒച്ച ഉണ്ടാക്കും. സാധാരണ മുസ്ലിങ്ങൾ വിഗ്രഹത്തെ പോയി ആരാധിക്കുമോ? പക്ഷേ അവൻ ചെയ്യുന്ന ഷിർക്കിനെ കുറിച്ച് പറയാറുമില്ല. പാർട്ടി ഷിർക്ക്, സംഘടനാ ഷിർക്ക്, പണഷിർക്ക്, അധികാര ഷിർക്ക്, സംഘടനാ ഷിർക്ക്, മതസംഘടനാ ഷിർക്ക്. ആ ഷിർക്കിൽ നിന്ന് മോചനം നേടിക്കൊള്ളിൻ, പൊറുക്കൽ തേടിക്കൊള്ളിൻ. അതിൽ നിന്ന് മോചനം കിട്ടാനാ പാട്. അള്ളാഹു ഈ സമുദായത്തെ രക്ഷിക്കുമാറാകട്ടെ. അതാണ് ഈ സമുദായം രക്ഷപ്പെടാത്തത്. യഥാർത്ഥ ഷിർക്ക് അവൻ ചെയ്യുന്ന ഷിർക്കിലല്ല തൗബ. അവൻ വേറെ ഏതോ ഷിർക്ക് എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ടാണ് തൗബ ചെയ്യുന്നത്. ഷിർക്ക് യഥാർത്ഥത്തിൽ പോക്കറ്റിലുണ്ട്.
അത് കൊണ്ടു നടക്കുകയാണ് ചേർത്ത് പിടിച്ച് നെഞ്ചോട്. മതസംഘടനാ ഷിർക്കാണ് ഏറ്റവും വലിയ ഷിർക്ക്. രണ്ടാമത്തെ ഷിർക്കാണ് രാഷ്ട്രീയ ഷിർക്ക്, പാർട്ടി ഷിർക്ക്. ആ ഷിർക്കിൽ നിന്നൊക്കെ മോചനം നേടണം. അള്ളാഹ്ക്കേക്കാൾ വലുതായി ഇതിനൊന്നിനും ഒരു വിലയും കൊടുക്കരുത്. എങ്കിലേ ഷിർക്കിൽ നിന്നുള്ള മോചനം ഈ 10 കിട്ടുകയുള്ളൂ, റമദാനിൽ കിട്ടുള്ളൂ. ഇല്ലേ പഴയപടി. അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ടാമത്തത് വസ്സിഹ്റു, ആഭിചാരമാണ്, ക്ഷുദ്രതയാണ്, ക്ഷുദ്രവിചാരമാണ്. എന്താണ് ക്ഷുദ്രം? ക്ഷുദ്രം ചെയ്യാന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്യുക. ഉള്ളവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഭിചാരം ചെയ്യുന്നത് മഹാപാപമാണ്, മഹാപാപമാണ്. ആ ഷിർക്ക് ചെയ്തിട്ട് റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 കടന്നു പോയിട്ട് നമ്മൾ രക്ഷപ്പെടൂല. ഉറപ്പിക്കണം. ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. പലരും ഈ സമീപ ദിവസങ്ങളിൽ പറഞ്ഞു, അതെ സിഹറിലാണ്, സിഹറിലാണ്, സിഹറിലാണ്. ചെന്നിടത്തൊക്കെ പറഞ്ഞു സിഹറാന്ന്. വെറുതെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഓടിച്ചെന്ന് ഏതെങ്കിലും കള്ളസിദ്ധൻ്റെ അടുത്ത് പോയി സിഹറാണെന്ന് അന്വേഷിച്ച് അവൻ ചെന്ന് എവിടെ ചെന്നാലും സിഹറില്ലാതെ വരില്ല. ഒന്നുമില്ലെങ്കിൽ എവിടെ ചെന്നാലും സിഹർ ഉറപ്പാണ്. അങ്ങനെ ഇല്ലാ സിഹറിൻ്റെ പറയെല്ലാം പറയുന്നത്. അങ്ങനെ സിഹർ ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ധാരാളമുണ്ട് ഈ സമൂഹത്തിൽ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയുണ്ടായി, വീട്ടിൽ അലമ്പുണ്ടായപ്പോൾ അയൽക്കാരി വിളിച്ചു പറഞ്ഞു അത്രേ, നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ് എന്ന് പരസ്യമായി തന്നെ വിളിച്ചു പറഞ്ഞത്രേ. മുസ്ലിം ഉമ്മത്തിൻ്റെ ഗതികേടാണിത്. മഹാപാപങ്ങൾ ചെയ്തിട്ട് റമദാനിൽ അവൻ നോമ്പ് വയ്ക്കുകയാണ് പോൽ. മഗ്ഫിറത്തിൻ്റെ ഈ 10 നിന്റെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകമായി മാറ്റി വയ്ക്കട്ടെ. ഔസത്തുഹു, സിഹർ ചെയ്യരുത്. ഖത്ലുൻ നഫ്സ്, ആത്മഹത്യയോ മറ്റുള്ളവരുടെ ജീവനെ ഹനിക്കലോ ആണ്. സ്വന്തം ജീവനെയോ അപരൻ്റെ ഒരു ജീവനെ കൊല്ലലാണ് മൂന്നാമത്തെ മഹാപാപം. അത് ആത്മഹത്യയാകാം, അപരൻ്റെ ജീവനാകാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, മഹാപാപം, വൻപാപം. അള്ളാഹു അനുവദിക്കാതെ ഒരു ജീവനെയും ഹനിക്കരുത്. വാക്കുലു മാലൽ യത്തീം, യത്തീമിൻ്റെ അനാഥയുടെ മുതൽ തിന്നുന്നത് 4ാമത്തെ മഹാപാപമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. വത്തവല്ലി യൗമസ്സഹഫി, യുദ്ധത്തിന് മുന്നണിയിൽ ഇറങ്ങി നിന്നിട്ട് പുറകോട്ടോടുന്നത്. സമൂഹം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ, ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ചേക്കേറുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടലായി കാണാം. ഇപ്പം കാണുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഒപ്പം മതേതരനാണെന്നും പറഞ്ഞ് യുദ്ധമുന്നണിയിൽ നിന്നവർ അവസാനം രക്ഷയില്ല എന്ന് കാണുമ്പോൾ നേരെ പുറകോട്ടോടുന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായോ? ഒളിച്ചോട്ടം ധാരാളം നടക്കുന്നുണ്ട്, പുറകോട്ടോട്ടം. ഈ യുദ്ധമുന്നണിയിൽ നിന്നുള്ള പുറകോട്ട് പോക്ക് വൻ പാപമാണ്. ഇതൊന്നും പൊറുപ്പിക്കാതെ റമദാനിൽ രക്ഷപ്പെടും എന്ന് കരുതരുത്. വഖദ്ഫുൽ മുഹസനാത്ത്, നിരപരാധികളായ സത്യവിശ്വാസിനികളെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിനെക്കുറിച്ച്, ഒരാണിനെക്കുറിച്ച്, അവനെക്കുറിച്ച് അവിഹിത ബന്ധം ഉറപ്പില്ലാതെ ആരോപിച്ചിട്ടുണ്ടോ? മഹാപാപം നീ ചെയ്തിരിക്കുന്നു. അതിൽ നിന്നൊഴിവാകണം. അങ്ങനെയുള്ള മഹാ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകിയാൽ മാത്രമേ നമ്മൾ ഈ പരിശുദ്ധമായ മാസത്തിൽ പാപം പൊറുക്കപ്പെട്ടവരാവുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്ഫിറത്തിൻ്റെ 10 പരിപാടികളുണ്ട്. 2ാമത്തെ 10 വന്നു, നോമ്പ് വെച്ചിട്ട് വീട്ടിലിരുന്നു, അല്ലെ തറാവിയും കൂടെ നിസ്കരിച്ചു, പാപമെല്ലാം പുറത്തു പോകും എന്നല്ല. ഈ പാപങ്ങളെല്ലാം ഓർത്തെടുത്ത് മനസ്സറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യേണ്ടത് ചെയ്ത് പശ്ചാത്തപിച്ചിട്ട് പൊറുപ്പിച്ചെടുക്കണം. കാരണം ഓരോ റമദാനും അടുത്ത റമദാൻ വരെ പാപങ്ങൾ പൊറുപ്പിച്ചിട്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പാകപ്പെടുത്തുകയാണ് ഓരോ റമദാനും. അതിന് ഞാൻ പാകപ്പെട്ടിരിക്കണം. ഈ റമദാൻ കൊണ്ട് അടുത്ത റമദാൻ ഇടയിൽ മരിച്ചു പോയാൽ സ്വർഗം ഉറപ്പുവരുത്തുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് പാപം പൊറുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ ഒരാൾക്കും പറ്റില്ല. ആദം നബി ദുആ ചെയ്തെങ്കിൽ മൂസ നബി പറഞ്ഞതും റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഗ്ഫറല. ഒരു ഖിബ്തിയായ കോപ്റ്റിക് വംശജന്റെ അക്രമം കണ്ട് സഹിക്ക വയ്യാതെ അവനെ ആഞ്ഞൊന്നടിച്ചപ്പോൾ മൂസ നബിയുടെ കൈകളാൽ അയാൾ മരിച്ചുപോയി, കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോഴും മൂസ നബി പറഞ്ഞതും റബ്ബി ഇന്നി ളലംതു നഫ്സി, അല്ലാഹുവേ എൻ്റെ ആത്മാവിനോട് ഞാൻ ദ്രോഹം ചെയ്തു എന്നാണ്. സത്യത്തിൽ ഒരു മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്തത്, ഞാൻ അവനെ ദ്രോഹിച്ചു എന്നല്ല പറയുന്നത്. യഥാർത്ഥ ദ്രോഹമെല്ലാം നമ്മുടെ നഫ്സിനോടാണ്, മനസാക്ഷിയോടാണ് ചെയ്യുന്നത്. മനസാക്ഷി പീഡിതമാവുകയാണ്, മനസാക്ഷി പാപഭംഗിലമാവുകയാണ്, മനസാക്ഷിക്ക് സ്വർഗീയമായ യോഗ്യത നഷ്ടപ്പെടുകയാണ്, മനസാക്ഷി ക്രൂരമാവുകയാണ്. ഓരോ പാപവും ആദ്യം ദ്രോഹിക്കുന്നത് അവൻ്റെ മനസാക്ഷിയെയാണ്. അതുകൊണ്ടാണ് റബ്ബനാ ലലംനാ അൻഫുസനാ ലലംതു നഫ്സി, ഞാൻ ആക്രമിച്ചത് എൻ്റെ മനസ്സിനെയാണ് അല്ലാഹുവേ എന്നാണ് പശ്ചാത്തപിക്കുന്നവൻ പറയുന്നത്. അവനെ ഉപദ്രവിച്ചതിനെ കുറിച്ചല്ല, ഒരാളെ കൊന്നതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ആൾ പറയുന്നത് എന്താ? എൻ്റെ ആത്മാവിനെ ഞാൻ ദ്രോഹിച്ചു എന്ന്. മനസ്സിലാക്കണം, നമ്മളാണ് ചീത്തയാകുന്നത്. ഓരോ പാപം കൊണ്ടും അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ചീത്തയായിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസവും ചീത്തയാവുക.
ഓരോ മണിക്കൂറും ചീത്തയാവുക. ആർക്കും വേണ്ടാത്ത എടുക്ക ചരക്കുകളായി വിലയും നിലയുമില്ലാത്തവരായി നമ്മൾ ദുനിയാവിൽ പോലും മാറുമ്പോൾ പിന്നെ അള്ളാഹ്ക്ക് വേണമോ? ദുനിയാവിന് നമ്മളെ വേണ്ടല്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടാത്ത വിധത്തിലേക്ക് കൊടും പാപം കൊണ്ട് മനസാക്ഷി മരവിച്ചവരായി മാറുന്നതിൽ നിന്നുള്ള ഒരു മോചനത്തിൻ്റെ സുവർണാവസരമായി ഈ പരിശുദ്ധമായ 10 കാണണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്. അങ്ങനെ വൻപാപങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമെങ്കിൽ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങൾ മഹാപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെങ്കിൽ നുക്കഫിറാൻ, നിങ്ങളുടെ ചെറിയ പാപങ്ങൾ നാം പുറത്തു തരും, താനേ വിട്ടു തരും. ഒനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമ, മാന്യമായ സങ്കേതത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. മറ്റൊരായത്തിൽ അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലല്ലമം, മഹാപാപങ്ങളും അശ്ലീലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവർ, ഇല്ലല്ലമം ചെറിയ പാപങ്ങൾ വന്നു പോകുന്നത് ഒഴികെയുള്ള പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് അള്ളാഹു പാപമോചനം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൻപാപങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടാകണം റമദാൻ മറ്റൊരു റമദാൻ വരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാകുമെന്ന ആ പ്രചോദനത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു ജുമഅ മറ്റൊരു ജുമഅ വരെയുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നത് വൻപാപം മാറി നിൽക്കുമ്പോഴാണ്. നേരത്തെ പറഞ്ഞതുപോലെ മദ്യപിക്കാത്ത, അതുപോലെ തന്നെ പലിശ വാങ്ങാത്ത ഈ 7 മാത്രമല്ല, വൻപാപങ്ങളായി നിഷിദ്ധമാക്കിയ മഹാപാപങ്ങൾ വ്യഭിചരിക്കാത്ത അത്തരം ആളുകൾക്ക് അവരുടെ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ട്. അല്ലാതെ ഇതൊക്കെ അങ്ങ് പോയി തീരുന്ന, ഇതൊക്കെ തൗബ വേണം, ആത്മാർത്ഥമായ പശ്ചാത്താപം വേണം. ഇത് പറയുമ്പോൾ മനസ്സിൽ തോന്നണ്ട അപ്പം ചെറുതിന് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വയ്യാക്കും വമുഹഖിറാത്തി ദുനൂബ്, ചെറിയ അവഗണിക്കുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി ഹത്താ യുഹ്ലികുനഹു, ഒരാളിൽ അതെല്ലാം കൂടി വന്നു കൂടിയാൽ അവനെ നശിപ്പിക്കാൻ അത് മതി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെറുപാപങ്ങൾ ധാരാളമായാലും ഒരു മനുഷ്യൻ്റെ നാശത്തിന് അത് മതി എന്നതുകൊണ്ട് ചെറുപാപങ്ങളും ഒത്തിരി ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ അത് പൊറുപ്പിച്ച് തന്നെ പോകാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്, സുന്നത്ത് പഠിപ്പിക്കുകയാണ്. ഈ റമദാനിൻ്റെ മഗ്ഫിറത്തിലെ 10 പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നാം നമ്മുടെ തെറ്റുകളെ, കുറ്റങ്ങളെ തിരുത്താൻ തയ്യാറാകുമ്പോൾ എന്തു വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പല ആയത്തുകളിലൂടെ പറയുന്നുണ്ട്, പാപം ചെയ്തവൻ പശ്ചാത്തപിച്ചാൽ ആ പാപം പൊറുക്കപ്പെടും. അങ്ങനാണല്ലോ, പാപം ചെയ്ത് ക്രൂരമായ മനസ്സ് പശ്ചാത്തപിക്കുമ്പോൾ മൃദുലമാകുന്ന കാഴ്ച നമുക്ക് കാണാം. മനസ്സിൻ്റെ പ്രത്യേകത അതാണ്. ഇല്ലാമൻ താപ, പശ്ചാത്തപിക്കണം അവൻ. അങ്ങനെ ചെയ്താൽ ഏത് തെറ്റും ചെയ്തവർ വആമന, അവൻ ഈമാൻ ഉൾക്കൊള്ളുകയും വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ. പശ്ചാത്തപിച്ചിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, ഈമാൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കണം. എന്നിട്ട് സൽക്കർമ്മങ്ങൾ പുറകെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി, സൽക്കർമ്മങ്ങൾ അതിൻ്റെ പുറകെ ഒന്നൊന്നായി ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നൊന്നായി സൽക്കർമ്മങ്ങൾ അതിൻ്റെ പുറകെ ചെയ്തുകൊണ്ടിരിക്കണം. പാപങ്ങൾ പൊറുപ്പിച്ചിട്ട് വെറുതെ ഇരുന്നാലല്ല പാപമോചനം. ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് വെറുതെ ഇരുന്നാലല്ല. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, യംഹുല്ലാഹു ബിഹിന്നൽ ഖത്തായ, അതുകൊണ്ട് അല്ലാഹു പാപങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തൽസ്ഥാനത്ത് നന്മ ഇടം പിടിക്കണമെങ്കിൽ അവിടെ പകരം നന്മകൾ വയ്ക്കുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഡിലീഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിനുശേഷം അടുത്തത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ പാപങ്ങൾ അങ്ങനെയാണ്. ഇന്ന് റെക്കോർഡിങ് അറിയുന്ന കാലമാണ്, ഡിലീറ്റ് എങ്ങനെയാണെന്ന് അറിയുന്ന കാലമാണ്. റെക്കോർഡിങ് അറിയാത്ത, ഡിലീഷൻ അറിയാത്ത ഒരു കാലത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് പാപം പതിയുന്നു, അത് ഡിലീറ്റ് ആകുന്നു, എന്നിട്ട് മറ്റൊരു കർമ്മങ്ങൾ അവിടെ ഇടം പിടിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ റെക്കോർഡറിൽ ചിലതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും, വേറൊന്ന് വരുമ്പോൾ അത് പകരമാകും. ഇതുപോലൊരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ആ പദ്ധതിയെയാണ് നമ്മൾ അല്പസ്വല്പം ഒന്ന് ഉപയോഗിക്കാൻ പഠിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചാൽ അവൻ്റെ ഹൃദയം പരിശുദ്ധമാകുന്നതോടുകൂടി അള്ളാഹു ആ പാപങ്ങളെ അള്ളാഹു മായ്ച്ച് ഡിലീറ്റ് ചെയ്ത് കളയും. എവിടെ നിന്ന്? മിൻ ജവാരിഹി, അവൻ്റെ അവയവങ്ങളിൽ പാപം പതിഞ്ഞു കിടക്കും. ഒമിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഒമിൻ മആലിമിഹി, അവൻ്റെ ലൊക്കേഷനിൽ പതിയുന്നുണ്ടെന്ന്. നോക്കണം, റസൂലുള്ളാഹി 1500 കൊല്ലം മുമ്പ് പറയാം, ലൊക്കേഷൻ അടക്കമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്നത് എവിഡൻസ്. ലൊക്കേഷൻ മായ്ച്ചു കളയുമെന്ന്. ഒമആലിമഹു, ആ നിലയിൽ അള്ളാഹു പാപങ്ങൾ പൊറുപ്പിക്കാൻ, എന്നിട്ട് ആ സ്ഥാനത്ത് വേറെ നന്മയെ പകരം വയ്ക്കാൻ
കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഈ 10 ദിവസത്തെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പാപം പൊറുക്കുന്ന ഇസ്തിഗ്ഫാർ വേണം. അതുപോലെ തന്നെ പാപം പൊറുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമെങ്കിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിനൊപ്പം അവന് പാപം പൊറുത്തു. ഹദീസിൽ കാണാം, നായയ്ക്ക് വെള്ളം കൊടുത്ത ആൾക്ക് പാപം പൊറുത്തു. വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തപ്പോൾ പാപം പൊറുത്തു. ഇങ്ങനെ 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 പാപം പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളോട് നിരന്തരമായി സമ്പർക്കപ്പെടുന്ന, പാപം പൊറുക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന ഒരു പത്താക്കി ഈ 10 മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ. പാപം സർവത്ര കെടുതിയാണ്, പാപം സർവത്ര കെടുതിയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ലോകത്ത് പാപത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കെടുതികളെക്കുറിച്ചും ഉണ്ടായ കെടുതികളെക്കുറിച്ചും ആദം നബി അനുഭവിച്ച ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, നന്മ ആയുസ് വർദ്ധിപ്പിക്കുന്നത് നന്മ മാത്രമാണ്. വലാ യുറദ്ദുൽ ഖദ്റു ഇല്ല ദുആഉ, വിധിയെത്തെടുക്കുന്നത് ദുആ മാത്രമാണ്. വഇന്ന റജുല യുഹറമു റിസ്ഖു, ഒരു മനുഷ്യൻ്റെ അന്നം തടയപ്പെട്ടു പോകും. ലിഖബിഖതിഅത്തിൻ യഅമലുഹാ, അവൻ ചെയ്ത പാപത്തിൻ്റെ പേരിൽ. അന്നം തടയപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ. കഴിച്ചുകൂടാ, ഭുജിച്ചുകൂടാ എന്ന് ഒരുപാട് അന്നങ്ങളുടെ മുമ്പിൽ നമുക്ക് മുമ്പിൽ വിലക്കേർക്കപ്പെടുത്തുകയാണ് വൈദ്യശാസ്ത്രം. അന്നം തടയപ്പെടുന്ന, അങ്ങനെ അങ്ങനെ പ്രയാസങ്ങളില്ലാത്തവർക്കും അന്നത്തിൻ്റെ പല വകകൾ തടയപ്പെടുകയാണ്. പാപങ്ങളുടെ പേരിൽ അന്നം തടയപ്പെടും, പാപങ്ങളുടെ പേരിൽ ലോകത്തിൻ്റെ അന്നം തടയപ്പെടും. അങ്ങനെ ഒരുപാട് കെടുതികളും പ്രത്യാഘാതങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന ഈ പാപം ചെയ്ത ആളുകളെ ലോക ചരിത്രത്തിൽ അള്ളാഹു എല്ലാവരെയും പിടിച്ചപ്പോൾ, നടപടിയെടുത്തപ്പോൾ അതിനൊക്കെ പാപമായിരുന്നു കാരണം. ഫകുല്ലൻ അഖദ്നാ ബിദംബി, എല്ലാവരെയും നാം പാപത്തിൻ്റെ പേരിലായിരുന്നു പിടിച്ചത്. മുൻഗാമികളെ മുഴുവൻ പേരും പാപത്തിൻ്റെ പേരിലാണ്, വേറെ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല അവരെ അള്ളാഹു പിടിക്കാൻ. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ, അവരിൽ ചിലരുടെ മേൽ ചരൽക്കാറ്റ് അയക്കുകയാണ് നാം ചെയ്തത്. ഒമിൻഹും മൻ അഖദത്തുഹു സൈഹ, മറ്റു ചിലരുടെ മേൽ ഘോര അട്ടഹാസമാണ് നാം അഴിച്ചുവിട്ടത്. ഒമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, വേറെ ചിലരെ ഭൂമിയിൽ നാം ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ഒമിൻഹും മൻ അഗ്റഖ്നാ, വേറെ ചിലരെ നാം മുക്കിക്കളയുകയാണ് ചെയ്തത്. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് ഓർക്കുക. അതുകൊണ്ട് എല്ലാത്തിനും വകുല്ലൻ അഖദ്നാ ബിദംബിഹി, എല്ലാവരെയും നാം പിടിച്ചത് പാപത്തിൻ്റെ പേരിലായിരുന്നു, മറ്റൊന്നിൻ്റെയും പേരിലായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ദുഷ്ടനഷ്ടം വന്നാലും, എന്ത് തിക്താനുഭവം വന്നാലും അത് പാപത്തിൻ്റെ പേരിലാണ് എന്നോർത്ത് നമ്മൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെയും ദുര്യോഗത്തിൻ്റെയും പരിഹാരം പാപമാണ്. അതുകൊണ്ട് ഈ 10 പാപമോചനത്തിൻ്റെതാക്കി തീർക്കാൻ, അതിന് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ആവർത്തിച്ച് ചെയ്യാൻ, തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം തന്നെ മനസ്സിൽ എപ്പോഴും സജീവമാക്കി നിർത്താൻ, പാപത്തോടൊരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ നാം അറിയാതെ രൂപപ്പെട്ടു വരാൻ പറ്റുന്ന അളവിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. എണ്ണം കൂട്ടി ചെയ്യണം, തൗബ ധാരാളം ചെയ്യണം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം, ആ പാപത്തിന് പകരം വയ്ക്കാൻ. അങ്ങനെ ഈ മാസം നമ്മൾ ചെയ്യുമെങ്കിൽ അള്ളാഹു പറയാണ്, ഇല്ലാമൻ താബ വ ആമന വഅമില സാലിഹ, അമൽ സാലിഹ് കൂടി പുറകെ ചെയ്താൽ, പശ്ചാത്തപിച്ചിട്ട്, ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവൻ്റെ തിന്മയെ അള്ളാഹു നന്മയാക്കി മാറ്റിക്കളയും. അള്ളാഹു എത്ര ഔദാര്യവാൻ, അവൻ്റെ തിന്മയെ പിടിച്ച് നന്മയാക്കി കളയും. അവൻ വ്യഭിചരിച്ചു, അതിനെപ്പോലും ഒരു നന്മയാക്കി കളയും അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും കാരുണ്യമുള്ളവനാണ്. പകരം നന്മ ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹു അങ്ങനെയാണ് ചെയ്യുന്നത്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അള്ളാഹു ആ തരത്തിൽ ഈ പരിശുദ്ധമായ 10 പ്രയോജനപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എടുത്ത് തരുമാറാകട്ടെ. എങ്കിലും റമദാൻ വന്നിട്ട്, റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ചെയ്ത 3 പ്രാർത്ഥനകൾ സുപരിചിതവും സുപ്രസിദ്ധവുമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, റമദാൻ വന്നിട്ട് ആരുടെയെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയായി പോകട്ടെ. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. രോഗമാണ്, പാപമാണ്, വീട്ടിൽ പ്രശ്നമാണ്, സാമ്പത്തിക ചരുക്കാണ്, നിലവിളിച്ചിട്ട് കാര്യമില്ല. റഹ്മത്തിൽ നിന്ന് റമദാൻ വന്നിട്ട് പാപം പൊറുക്കാതെ പുറത്തു പോയാൽ ജിബ്രീലിൻ്റെ പ്രാർത്ഥനയാണ്, റസൂലിൻ്റെ ദുആയാണ്, ആമീൻ പറഞ്ഞത് പുണ്യ റസൂലാണ്. അവൻ പിന്നെ റഹ്മത്തിൽ നിന്ന് അകലെ ആകട്ടെ, ദൂരെ ദൂരെ ദൂരെ. അള്ളാഹു കാക്കുമാറാകട്ടെ.
അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ 10 പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെയാണ് ബദറിൻ്റെ ദിനം വരുന്നു. നിങ്ങൾക്കറിയുമല്ലോ ബദറിൽ എന്താണ് സംഭവിച്ചത്. പാപരാഹിത്യം ഉറപ്പുവരുത്തിയിട്ട് യുദ്ധമുന്നണിയിലേക്ക് ഒന്നുമില്ലാതെ ഇറക്കി നിർത്തി വിജയം സമ്മാനിച്ച അത്ഭുതമാണ് ബദർ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട്. പാപമില്ലേ, ഈ ഉമ്മത്തിന് ഒന്നും വേണ്ട, ഈ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പാപമുണ്ടോ, എല്ലാമുണ്ട്, ഈ ഉമ്മത്ത് ഒന്നുമായിരിക്കില്ല എന്നാണ് ഈ പുണ്യമാസം നമ്മോട് പറഞ്ഞു തരുന്നത്. എല്ലാവരെയും പിടിച്ചത് പാപത്തിൻ്റെ പേരിലായിരുന്നു. ഈ പാപം ചെയ്യുന്നവരെയും പാപത്തിൻ്റെ പേരിൽ നീ അള്ളാഹ് പിടിക്കും. നമ്മളും പാപികളാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താണ് അന്തരം? അതുകൊണ്ട് പാപത്തെ ഈ മാസത്തിൽ ഈ 10 നമുക്ക് പൊറുപ്പിച്ചെടുക്കാം. നമ്മുടെ വാക്കുകൊണ്ടുള്ള പാപത്തെ പൊറുപ്പിക്കാം, നോക്കുകൊണ്ടുള്ള പാപത്തെ പൊറുപ്പിക്കാം, മനസ്സിൽ വരുന്ന ചിന്തകൾ കൊണ്ടുള്ള പാപങ്ങളെ പൊറുപ്പിക്കാം, അതുപോലെ തന്നെ കർമ്മ പാപങ്ങളെ പൊറുപ്പിക്കാം. വാക്ക് വൃത്തികളിലൂടെയുള്ള സർവ്വപാപങ്ങളും പൊറുപ്പിച്ച ഒരു ശുദ്ധനായ മനുഷ്യനെ നമുക്ക് വാർത്തെടുക്കാം. ഉജ്ജ്വലമായ രൂപാന്തരത്തിന് നമുക്ക് സ്വയം വിധേയരാകാം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇബാദത്തുകൾ കൊണ്ട് പള്ളി നിറയ്ക്കണം, ഇസ്തിഗ്ഫാർ കൊണ്ട് നിറയ്ക്കണം, ഖുർആൻ പാരായണം കൊണ്ട് നിറയ്ക്കണം. വെറുതെ കിടന്ന് സമയം തീർക്കുന്നതിൻ്റെ പേരല്ല റമളാൻ. അമലാണ്, വാതോരാത്ത ഇബാദത്തുകളാണ്, ദിക്റുകളാണ്, ഔറാദുകളാണ്, രാത്രി നമസ്കാരങ്ങളാണ്. അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ആ റസൂലിന് വേണ്ടത് നമുക്ക് വേണ്ട. നമുക്കങ്ങ് എന്തെങ്കിലുമൊക്കെ നോമ്പൊക്കെ വെച്ചു ഒക്കെ ആയി എന്ന് കരുതിയോ? നമ്മൾ ആവോളം അമലുകളായി ഈ പുണ്യമാസത്തെ അലങ്കരിച്ച് അണിയിച്ചൊരുക്കി നമുക്കും മനുഷ്യത്വത്തിൻ്റെ ഉന്നത സീമകളിലേക്ക് നന്മ മരങ്ങളായി പടർന്നു വളരാൻ, അങ്ങനെ സ്വർഗ്ഗസീമകളിലേക്ക് ചില്ല പടർത്താൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ അള്ളാഹു ഈ പുണ്യമാസത്തിൽ അനുഗ്രഹിച്ചവരിൽ, പാപമോചനം നൽകിയവരിൽ, റഹ്മത്ത് നൽകി അനുഗ്രഹിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന ദുആയോടെ അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്.